അതല്ലാതെ വേറെ ശ്രദ്ധിക്കേണ്ട പ്രധാന ഒരു സാധനം എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ഹാങ് ആകാനേ കുറേ കാരണങ്ങളുണ്ട് കേട്ടോ. അതിൽ പ്രധാനമായിട്ടുള്ള കുറച്ച് കാരണങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നിപ്പോ ഹാർഡ് ഡിസ്ക് അല്ല, SSD ആണ്. ആ SSD ഡീഫ്രാഗ്മെന്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഹാങ് ആവാനുള്ള സാധ്യതയുണ്ട്. ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഹാങ് ആവാനുള്ള സാധ്യത ഉണ്ട്. അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വൈറസ് കയറിയാൽ ഹാങ് ആകാം. ഈ മാൽവെയർ, വൈറസ് അങ്ങനത്തെ ടൈപ്പ് ഓഫ് സാധനങ്ങൾ കയറി ഹാങ് ആവാം. അതല്ലാതെ തന്നെ വിൻഡോസിന്റെ അപ്ഡേഷനൊക്കെ പ്രോപ്പറായിട്ട് ചെയ്ത് അത് കൃത്യമായി റീസ്റ്റോർട്ടൊക്കെ ചെയ്ത് അപ് ടു ഡേറ്റ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുകൊണ്ടും ഹാങ്ങുകൾ വരാം. ഇതൊക്കെ ഒരു പ്രധാനമായിട്ട് ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ തന്നെ മൊത്തത്തിൽ വലിയ പ്രത്യേകിച്ച് പ്രശ്നം ഉണ്ടാവില്ല ഹാങ്ങിങ്ങിന്റെ കേസിൽ. അതല്ലാതെ വേറെ ശ്രദ്ധിക്കേണ്ട പ്രധാന ഒരു സാധനം എന്ന് വെച്ചാൽ പലർക്കും അറിയാത്തൊരു സാധനം, റാമൊക്കെ ചിലപ്പോൾ 4 GB അല്ലെങ്കിൽ ഒരു 8 GB ഒക്കെ ഇട്ടിട്ടേക്കാരം പല ആളുകളും ഉപയോഗിക്കുക. അത് ചിലപ്പോൾ ഒരു 16 GB ആവശ്യമുള്ള യൂസർ ആയിരിക്കും. അതിനെങ്ങനെ ഉന്തി തള്ളി കൊണ്ടുപോകുക. റാം അപ്ഗ്രേഡിങ് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ഹാങ് ആവുന്നത്.